ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ് സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. സോ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഈ ടിബേറ്റിന്റെ എക്സ്പ്ലനേഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ 10 എപ്പിസോഡ് എത്തി. ഇനി ഈ സീസൺ 1 അവസാനിക്കാൻ ഒരു 14 എപ്പിസോഡ് ബാക്കിയുണ്ട്. അതും നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെ പെട്ടെന്ന് അവസാനിക്കും. അതായത് ഞാൻ പറഞ്ഞു വന്നത് സീസൺ 1 ഏകദേശം പകുതിയോളം എത്തി. ഇപ്പോഴും ഒരുപാട് പേർക്ക് ഈ ടിബേറ്റിന്റെ അനിമേഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പലർക്കും കാണാനൊരു താല്പര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ അനിമേഷൻ തന്നെയാണ്. ഒരുപാട് പേർക്ക് ഈ അനിമേഷൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിന്റെ സ്റ്റോറിയൊക്കെ ഗംഭീരമാണ്. നിങ്ങൾ മംഗ്വ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ഇപ്പോഴും പുതിയ മംഗ്വ ചാപ്റ്റേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. സോ അത്രത്തോളം നല്ലൊരു സ്റ്റോറിയാണ്. പക്ഷെ അനിമേഷൻ അവർ എന്തുകൊണ്ടോ അത്ര നല്ലതാക്കിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ബഡ്ജറ്റിന്റെ പ്രശ്നമായിരിക്കാം. എന്നിരുന്നാലും അവർ പോകെ പോകെ അത് ഇമ്പ്രൂവ് ചെയ്തോളും. ഇതിപ്പോ സ്റ്റാർട്ടിംഗ് ആയിട്ടല്ലേ ഉള്ളൂ. ഇനി ഒരുപാട് കാണാൻ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അവർ നല്ലതായിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കാണാതെ മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് വൺ പീസിന്റെ കാര്യത്തിലേക്ക് വരാം. ഇത് വൺ പീസിന്റെ വീഡിയോ അല്ല. പക്ഷെ എനിക്ക് വൺ പീസിന്റെ എപ്പിസോഡിൽ ഇങ്ങനെ പറയാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ വൺ പീസ് ഇപ്പൊ ഞാൻ ഡ്രസ്റോസ സാഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഏകദേശം തീരാറായിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ കാരണം അടുത്ത വോൾക്കേക്ക് ഐലൻഡ് സാഗ അത്ര വലിയ സാഗയൊന്നുമല്ല. അതുകൊണ്ട് ആ സാഗ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് എന്റെ പ്ലാൻ. ഞാൻ ഓൾറെഡി വൺ പീസ് കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷെ എന്നാലും എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വൺ പീസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം റീവാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എങ്ങനെ പോയാലും ചുരുക്കം 40 എപ്പിസോഡ് മാത്രമേ എന്നെ കൊണ്ട് കാണാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യാൻ തന്നെ വേണം 2-3 ദിവസം. സോ വൺ പീസ് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ വരാൻ ഇത്ര വൈകുന്നത്. ഇനി വോൾക്കേക്ക് ഐലൻഡ് കൂടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പോകുന്നത് പോലെ അത്ര ഡിലേ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു ബാക്കപ്പ് ഉണ്ട്. അതാണ് വോൾക്കേക്ക് ഐലൻഡ്. സോ വോൾക്കേക്ക് ഐലൻഡ് സാഗ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാക്കിയുള്ള സാഗ തീർക്കാൻ പറ്റും. ഇതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഇനി സാഹചര്യം മാറുന്നതിനനുസരിച്ച് എന്റെ ഈ പ്ലാനും മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്ക് കാണുമ്പോഴാണ് ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യാൻ മോട്ടിവേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, once again welcome back to Animo Exposure. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇന്നാണ് ഹെൽസ്റ്റിയ ഓപ്ഷൻ ഹൗസിലെ ആ ഓപ്ഷൻ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവിടേക്ക് ആർത്തറും അവന്റെ ഫാമിലിയും അവരുടെ കൂടെ ഹെൽസ്റ്റിയുടെ ഫാമിലി അവിടേക്ക് വന്നു. ഇന്ന് രാത്രി എവിടെ വെച്ച് നടക്കാൻ പോകുന്ന ഈ ഓപ്ഷനിലെ സെക്യൂരിറ്റി ഇൻചാർജിന്റെ ലീഡർ റെയ്നോൾഡ് ആണ്. അവിടേക്ക് ഇപ്പൊ കയറി വരുന്ന റെയ്നോൾഡിന്റെ ഫാമിലി ഇതൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് ഇവിടെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ഇവിടെ വിൽക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് ബീസ്റ്റ് കോറുകള്, ഒരുപാട് പഴക്കമുള്ള പ്രതിമകള്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ആ ഓപ്ഷന്റെ പരിപാടികൾ ആരംഭിച്ചു. വിൻസെന്റ് സ്റ്റേജിന്റെ മുകളിൽ കയറി നിന്ന് എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ ഇന്ന് അവിടേക്ക് സാപ്പിനിലെ രാജാവും അദ്ദേഹത്തിന്റെ ഫാമിലിയും വന്നിട്ടുണ്ട്. രാജാവിന്റെ പേര് കിങ് ബ്ലെയിൻ ഗ്ലൈഡർ. നമുക്ക് കിങ് ഗ്ലൈഡർ എന്ന് വിളിക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പ്രിസില്ല, മകൻ കാർട്ടിസ്, അതുപോലെ മകൾ കാത്തലിൻ. ഇപ്പൊ അവിടെ വെച്ച് അയാളെ കാണുന്ന ആർത്തറിന് അയാൾ ഇവിടെ ഒരുപാട് ഫേമസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ അവന്റെ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കാര്യങ്ങൾ അവന് ഓർമ്മ വരുന്നുണ്ട്. തുടർന്ന് വിൻസെന്റ് സ്റ്റേജിലേക്ക് ഒരുപാട് മൂല്യമുള്ള കത്തി കൊണ്ടുവന്ന് അതിന്റെ ലേലം ആരംഭിച്ചു. ആ കത്തിയുടെ വില വിൻസെന്റ് 50 ഗോൾഡ് കോയിൻ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാര് 51, 52, 53 എന്നിങ്ങനെ അവർക്ക് ആ കത്തി വാങ്ങാൻ വേണ്ടി അവർ ലേലം വിളിച്ചു. ഇപ്പൊ ഇതൊക്കെ അത്ഭുതത്തോടെ കണ്ടിരിക്കുന്ന ആർത്തർ ആലീസിനോട് സിൽവി എവിടെയെന്ന് ചോദിക്കുന്നു. ഇത്രയും നേരം സിൽവി എലനോറിന്റെ കൂടെയായിരുന്നു, പക്ഷെ ഇപ്പൊ എവിടെ പോയെന്ന് എനിക്കറിയില്ല എന്ന് ആർത്തറിനോട് ആലീസ്, ഹേയ് കുഴപ്പമില്ല, ഞാൻ അവളെ പോയി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ ആർത്തർ സിൽവിയെ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പൊ സിൽവി ആവട്ടെ ആ ഓപ്ഷൻ ഹൗസിന്റെ ഒരു ഭാഗത്തോട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളുടെ മുൻപിലേക്ക് പെട്ടെന്ന് ഒരാൾ വന്നു നിന്നു. ഇവിടെ സ്റ്റേജിലുള്ള വിൻസെന്റ് വേൾഡ് ലയൺ എന്ന് പറയുന്ന ഒരു മാന ബീസ്റ്റിനെ ലേലം ചെയ്യാൻ കൊണ്ടുവന്നു. ആ മാന ബീസ്റ്റ് ഒരു ലെജൻഡറി ബീസ്റ്റ് ആണ്. അതിന് ഒരുപാട് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വിലയും കൂടുതലാണ്. വിൻസെന്റ് അതിന്റെ വില 100 ഗോൾഡ് കോയിൻ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ അതിനെ കാണുന്ന രാജാവിന്റെ മകന് ആ ബീസ്റ്റിന് വേണമെന്ന് പറയുന്നു. ഇപ്പൊ ആ ബീസ്റ്റിന് വേണ്ടി അവിടെയുള്ള ആൾക്കാര് 300, 400, 450 എന്ന് പറഞ്ഞ് ലേലം വിളിച്ചുകൊണ്ട് വരുമ്പോ പെട്ടെന്ന് രാജാവ് 1000 എന്ന് പറയുന്നു. ഇത് കേട്ട് അവിടെയുള്ള എല്ലാവരും അത്ഭുതപ്പെടുന്നു. അങ്ങനെ ആ മാന ബീസ്റ്റിനെ രാജാവിന്റെ മകന് കൊടുത്തു. ഇതേ സമയത്ത് സിൽവിയെ അന്വേഷിച്ചു വരുന്ന ആർത്തർ ഒരു ഭാഗത്ത് നിന്ന് സിൽവിയുടെ ശബ്ദം കേട്ടു. ഇപ്പൊ സിൽവിയുടെ അടുത്തേക്ക് വന്ന അയാളെ കണ്ട് സിൽവി പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. ഹേയ് നല്ല കുട്ടിയല്ലേ നീ എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് സിൽവി അയാൾ വിളിക്കുമ്പോ അത് കേട്ട് സിൽവി ഒന്നുകൂടെ പേടിച്ചു. അപ്പൊ പെട്ടെന്ന് അവിടേക്ക് ആർത്തർ ഓടി വന്ന് സിൽവി വിളിക്കുന്നുണ്ട്. അപ്പൊ അവനെ കാണുന്ന അയാള് കിങ്ങിന്റെ കൂടെയുള്ള കോഞ്ചറർ ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും എന്നിങ്ങനെ ചിന്തിക്കുമ്പോ ആർത്തർ അയാളോട്, സർ ദയവേത് നിങ്ങൾ എന്റെ പെറ്റിനെ തിരിച്ചു തരണം. ഓ അപ്പൊ ഇത് ഓപ്ഷനിലുള്ളതല്ലേ, എന്തൊരു നല്ല വ്യത്യാസമുള്ള മാനാ ബീസ്റ്റ്, നിനക്ക് നല്ല ഭാഗ്യമുണ്ട് എന്നിങ്ങനെ അവനോട് അയാൾ തിരിച്ചു പറയുമ്പോ സിൽവി പെട്ടെന്ന് ആർത്തറിന്റെ അടുത്തേക്ക് വന്നു. സർ നിങ്ങൾക്കൊന്നും തോന്നരുത്, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ആ സാധനത്തിനെ ഇങ്ങോട്ട് തിരിച്ചു താടാ. എന്റെ പവറിന് ചേരുന്ന ഒരു
മാനാ ബീസ്റ്റിനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അതിനെ ഇവിടെ വെച്ച് കണ്ടു. എനിക്ക് അതിന്റെ മുഴുവൻ പവർ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് അതിനെ ഇങ്ങോട്ട് തിരിച്ചു താ എന്ന് പറഞ്ഞ് അയാൾ ആർത്തറിന് നേരെ അയാളുടെ പവർ ഉപയോഗിച്ചു. ഇനി അതിനെ നീ എനിക്ക് തരാൻ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ആവശ്യപ്പെടില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് അതിനെ എനിക്ക് തരുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്തിന് ഞാൻ നിങ്ങൾക്ക് തരണം? ഞാൻ റോയൽ ഫാമിലിയിലെ കോഞ്ചറാണ്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഈ നാടിന് വേണ്ടി, അതിന്റെ നല്ലതിനു വേണ്ടി അതിനെ എനിക്ക് നീ തരുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും അല്ലേ എന്ന് പറഞ്ഞ അയാൾ ആർത്തറിന് നേരെ വീണ്ടും അയാളുടെ പവർ ഉപയോഗിച്ചു. പക്ഷെ അയാൾ പറയുന്നത് കേൾക്കുന്ന ആർത്തർ ആവട്ടെ അവിടുന്ന് തിരിഞ്ഞു പോവാൻ നിൽക്കുകയാണ്. അപ്പൊ അയാള് റോയൽ ഫാമിലി പറഞ്ഞനുസരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോവാന്ന് നിനക്ക് അറിയാലോ. നീ ഈ ചെയ്യുന്നതിനെല്ലാം നിന്റെ കുടുംബം അനുഭവിക്കും. ഒരു പ്രാവശ്യം കൂടെ നീ അത് പറയടാ എന്ന് പറഞ്ഞ ആർത്തർ അയാളെ തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ അകത്ത് നിന്ന് ഒരു മാരകമായിട്ടുള്ള ഓറ പുറത്തേക്ക് വരുന്നു. അവന്റെ ദേഷ്യം കത്തി ജ്വലിച്ചു നിൽക്കുകയാണ്. ആ ഓറ ഓപ്ഷൻ ഹൗസ് മുഴുവൻ പടർന്നു. രാജാവ് ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. വിൻസെന്റിനൊന്നും അതിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അത്രമാത്രം ശക്തിയുള്ള ഒരു ഓറ. ഇവിടെ ആർത്തറിന്റെ മുൻപിൽ നിൽക്കുന്ന അയാള് അവന്റെ ഈ പവർ കണ്ട് പേടിച്ച് നിലത്തേക്ക് വീണു. പെട്ടെന്ന് ആർത്തർ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവണ്ടെന്ന് വിചാരിച്ച് അവനെ തന്നെ കൺട്രോൾ ചെയ്തു. ഇതിനുശേഷം രാജാവ് റെയ്നോൾഡിന്റെ അടുത്തേക്ക് നേരിട്ട് വന്ന് അവനോടും അവന്റെ മുഴുവൻ ഫാമിലിയോടും സംസാരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും രാജാവിന്റെ അടുത്തേക്ക് വരുന്നു. ആർത്തർ ലേവിൻ, ഇവിടുത്തെ ഹെഡ് സെക്യൂരിറ്റി, നിങ്ങൾക്ക് നേരത്തെ പ്രശ്നം നടത്തിയ ആളെ പിടിക്കാൻ പറ്റിയില്ലല്ലോ രാജാവേ, ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് റെയ്നോൾഡ്. ഈ നടന്ന സംഭവത്തിന് ആരെങ്കിലും ഒരാൾക്ക് ശിക്ഷ കൊടുക്കണം. രാജാവേ, നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഇപ്പോ ആർക്കും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ശിക്ഷയൊന്നും വേണ്ടെന്നാണ് എന്റെ ഒരു നിലപാട് എന്ന് പറയുന്ന അയാൾ പെട്ടെന്ന്, ഓ എന്തൊരു നല്ല മാനാ ബീസ്റ്റ്, അതിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിനെ നല്ലതുപോലെ നോക്കും. ഇത് കേൾക്കുന്ന രാജാവ്, സെബാസ്റ്റ്യൻ റോയൽ ഫാമിലിയിലെ സെക്യൂരിറ്റിയാണ്. അയാൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് പകരമായിട്ട് എപ്പോഴും അയാൾക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്നെ കൊണ്ടത് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോ നിങ്ങളുടെ മകന്റെ പെറ്റിനെ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു മാനാ ബീസ്റ്റ് അയാളുടെ കൂടെ ഉള്ളത് ഒരു നല്ല കാര്യമാണ് എന്നിങ്ങനെ അവരോട് രാജാവ് പറയുമ്പോ പെട്ടെന്ന് ആർത്തർ രാജാവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ആലീസ് അവനെ തടഞ്ഞു. അപ്പൊ റെയ്നോൾഡ് രാജാവിനോട് പറയും, രാജാവേ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്റെ മകന്റെ കയ്യിലുള്ള ആ പെറ്റില് എനിക്ക് ഒരു അവകാശവും ഇല്ല. അവനത് വാങ്ങിക്കൊടുത്തത് ഞാനല്ല, അതിനെ അവൻ തന്നെ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവനാണ്. ഇത് കേട്ട രാജാവ് ആർത്തറിനോട്, ഞാൻ പറഞ്ഞ കാര്യത്തിന് നിനക്ക് സമ്മതമാണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോ അവിടെയുള്ള രാജാവിന്റെ ഗാർഡ്സ്, ദാ പയ്യ, രാജകുടുംബത്തിലുള്ള ആൾക്കാരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? നിന്റെ പാരന്റ്സ് നിനക്കത് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അത് കേട്ട് ആർത്തർ അവന്റെ തല താഴ്ത്തി സംസാരിക്കും. എനിക്ക് ഇത്രയും വലിയൊരു ഓഫർ തന്നതിന് ഒരുപാട് നന്ദി. പക്ഷേ ആ ഓഫറിന് എനിക്ക് സമ്മതമല്ല. കാരണം സിൽവിക്ക് പകരം വെക്കാൻ മറ്റൊന്നിനെ കൊണ്ടും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയ വേൾഡ് ലയണിനെ ഞാൻ നിനക്ക് തരാം. ഈ ഒരു ഓഫറിന് നീ എന്തു പറയുന്നു? നിന്റെ കയ്യിലുള്ള മാനാ ബീസ്റ്റ് ഒരുപാട് റയർ ആണ്, പക്ഷെ അതിന് അത്രയ്ക്കും ശക്തി ഉണ്ടാവില്ല. രാജാവേ, ഇതിനും എനിക്ക് സമ്മതമല്ല. കാരണം സിൽവി എനിക്ക് കൊടുക്കാൻ കഴിയില്ല. അവളെ വിൽക്കാനോ പകരം വെക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേട്ട രാജാവ്, ഞാൻ നിന്നോട് 2 പ്രാവശ്യം ചോദിച്ചു. ഞാൻ സാപ്പിന്റെ കിങ് നിന്നോട് 2 പ്രാവശ്യം ചോദിച്ചു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അവസാനമായിട്ട് നിന്നോട് ചോദിക്കാം, നിന്റെ പെറ്റിനെ നീ കൊടുക്കുന്നുണ്ടോ? അത് കേട്ട് ആർത്തർ പെട്ടെന്ന് എഴുന്നേറ്റ്, രാജാവേ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം മകനെ നിങ്ങൾ ആർക്കെങ്കിലും വിൽക്കുവോ? നിങ്ങൾ എന്നോട് 3 പ്രാവശ്യം ചോദിച്ചു. ആ 3 പ്രാവശ്യം ഞാൻ സമ്മതിച്ചില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇത്രയും വലിയൊരു പദവിയിൽ ഇരിക്കുന്ന ആൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഇനി നിങ്ങളുടെ മകനെ എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എത്ര തരും? ഇത് കേട്ട രാജാവിന് തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. പെട്ടെന്ന് സെബാസ്റ്റ്യൻ അവിടെയുള്ള ഗാർഡ്സിനോട് ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അത് കേട്ട് ഗാർഡ്സ് ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ ഓടി വരുമ്പോ അവൻ പെട്ടെന്ന് തന്നെ 2 പേരെയും അടിച്ച് താഴെ ഇട്ടു. എടാ മണ്ടന്മാരെ, ഇത്തിരി ഇല്ലാത്ത പയ്യനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ലേ? ആ മാനാ ബീസ്റ്റിനെ എനിക്ക് വേണം. അതിനെ എന്ത് വില കൊടുത്തും ഞാൻ നേടിയെടുക്കും എന്ന് പറഞ്ഞ അയാൾ ആർത്തറിന് നേരെ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അയാൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും സ്റ്റോപ്പായി. അവിടെ മുഴുവൻ ഫ്രീസായി. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ മാജിക് ഒന്നും ഇവിടെ വർക്കാവില്ല എന്ന് അയാളോട് പറയുന്ന ആർത്തറിന്റെ ദേഹത്ത് ഒരു മാർക്ക് വന്നു. പണ്ട് സിൽവിയ ആർത്തറിന്റെ ദേഹത്ത് തൊട്ടപ്പോ വന്ന അതേ മാർക്ക്. അതുപോലെ സിൽവിയ പണ്ട് ഉപയോഗിച്ച അതേ പവറാണ് ഇപ്പൊ ആർത്തർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആർത്തർ അയാൾക്ക് നേരെ നടന്നു വരുന്നു. എന്റെ അടുത്തേക്ക് വരല്ലേ, എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക്. റോയൽ ഫാമിലിയിലെ കോഞ്ചറെ തൊട്ടിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ട് ആർത്തർ ഒന്നും നോക്കിയില്ല. അയാളുടെ കാല് ചവിട്ടി അങ്ങ് ഓടിച്ചു. കാലൊടിഞ്ഞ അയാളാവട്ടെ അലറി കരയുന്നു. ആരെങ്കിലും എന്നെ രക്ഷിക്കേ, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞ് വേദന കൊണ്ട് അയാൾ അലറി കരയുമ്പോ ചുറ്റുമുള്ള ആരും ഒന്നും കേൾക്കുന്നില്ല. അവരൊന്നും അനങ്ങുന്നില്ല. ഇല്ല, അവർക്കൊന്നും നീ പറയുന്നത് കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഡാ പയ്യ, എന്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയില്ല. ഞാൻ റോയൽ ഫാമിലിയിലെ എന്ന് പറഞ്ഞ് അയാൾ ആർത്തറിനോട് പറയാൻ തുടങ്ങുമ്പോ, അതെ, നിന്റെ സ്ഥാനം എന്താണെന്ന് നീ അറിഞ്ഞു പെരുമാറ് എന്ന് ആർത്തർ അയാളോട് പറയുമ്പോ അവന്റെ പുറകിൽ ഒരു വലിയ ഡ്രാഗൺ നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അതുകൊണ്ട് അയാൾ പേടിച്ചു വരച്ച് നിൽക്കുമ്പോ പെട്ടെന്നെല്ലാം പഴയതുപോലെ ആവുന്നു. അതുപോലെ ആർത്തർ ബോധം കെട്ട് താഴെ വീണു. ഇതിനുശേഷം രാവിലെ ആർത്തറിന് ബോധം വന്നു.
തുറന്നു. കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്ന ആർത്തർ സിൽവിയ പണ്ട് മാജിക് ഉപയോഗിച്ചത് ആലോചിക്കുന്നു. എനിക്ക് സിൽവിയ ഉപയോഗിച്ചതുപോലെ സമയത്തെ എനിക്ക് കുറച്ചു നേരത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് മുഴുവനായിട്ടും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും ഒരുപാട് ട്രെയിനിങ് ചെയ്യേണ്ടതുണ്ട് എന്നിങ്ങനെ ആർത്തർ അവന്റെ മനസ്സിലിരിക്കുമ്പോൾ അവിടേക്ക് ആലീസ് കയറി വരുന്നു. അപ്പോൾ ആർത്തർ ആലീസിനോട് എന്റെ ബോധം പോയതിനു ശേഷം പിന്നീട് എന്താ സംഭവിച്ചേ? അതിന് ആലീസ് ആ സമയത്ത് എല്ലാവരും പേടിച്ചു. അപ്പൊ അവിടേക്ക് വന്ന ഡോക്ടർ പറഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ പെട്ടെന്ന് തന്നെ എഴുന്നേക്കുമെന്ന്. പക്ഷെ എനിക്കത് കേട്ടിട്ട് സമാധാനമായില്ല എന്ന് ആലീസ് പറയുന്നത് കേട്ട് ഞാൻ ഇവരെ വീണ്ടും സങ്കടപ്പെടുത്തി എന്ന് ആർത്തർ അവന്റെ മനസ്സിലിരിക്കുന്നു. ഇതിനുശേഷം രണ്ടുപേരും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ആലീസ് എലനോറിന് വേണ്ട സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂട്ടത്തിൽ ആർത്തറിന് അവന് വേണ്ട സാധനങ്ങളും വാങ്ങാൻ പറയുന്നു. കാരണം ആലീസിന് ഒരു ജോലിയുണ്ട്. ആലീസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഓരോ കടയിലും വിൽക്കും. ആലീസ് ഒരുപാട് കടകളിൽ അവൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ആലീസിനെ അറിയാം. അതുകൊണ്ട് തന്നെ ആ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും. ഇതാണ് ആലീസിന്റെ ജോലി. ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് വേണ്ടതെല്ലാം വാങ്ങിയതിനു ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കഴിഞ്ഞ ദിവസം ആർത്തറിന് സംഭവിച്ചതിന് അവനോട് മാപ്പ് പറയാൻ രാജാവ് ഒരാൾ അവിടേക്ക് പറഞ്ഞയച്ചു. മാപ്പ് പറയുന്നതിന്റെ കൂടെ ആർത്തറിന് കൊടുക്കാൻ അയാളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്. പക്ഷെ അത് കാണുന്ന റെയ്നോൾഡ് അവിടെ ഇതൊരിക്കലും പണത്തിന്റെ പ്രശ്നമല്ല, എന്റെ മകൻ അവിടെ വെച്ച് മരിച്ചു പോയനെ. ഈ സമയത്ത് അവിടേക്ക് ആർത്തർ കയറി വന്നു. ഓ ആർത്തർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ആർത്തർ. അപ്പൊ അവനെ കാണാൻ അവിടേക്ക് വന്ന രാജാവിന്റെ ആള് അപ്പോ നീയാണല്ലേ ആർത്തർ? കഴിഞ്ഞ ദിവസം നിനക്ക് സംഭവിച്ചതിന് രാജാവിന് പകരം നിന്നോട് മാപ്പ് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതിന് ആർത്തർ ഇവിടെ വരെ നിങ്ങൾ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തൊരു അച്ചടക്കമുള്ള പയ്യൻ. നിന്നെ അന്ന് അറ്റാക്ക് ചെയ്യാൻ വന്ന 2 ഗാർഡ്സിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇപ്പൊ അത് കേൾക്കുന്ന റെയ്നോൾഡിന് ദേഷ്യം വന്നു. അപ്പൊ ആർത്തർ അച്ഛാ അത് കുഴപ്പമില്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ നിങ്ങളുടെ ആൾക്കാർക്ക് അന്ന് എന്താ സംഭവിച്ചേ? എനിക്ക് തോന്നുന്നു അയാളുടെ കാൽ ഒടിഞ്ഞു പോയെന്ന്. അതെ, അയാൾ ഇപ്പൊ ചികിത്സയിലാണ്. അതുപോലെ അയാളെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളുടെ കാൽ ഒടിഞ്ഞതിന് കാരണം നീയാണെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് നിന്നെ ആദ്യം അറ്റാക്ക് ചെയ്യാൻ വന്ന 2 ഗാർഡ്സിന്റെ മാന അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വന്നു. അങ്ങനെ അയാളുടെ മാജിക്കിന്റെ സ്പെല്ല് തെറ്റി അയാളുടെ കാലൊടിഞ്ഞു. നിങ്ങളുടെ മകൻ ഒരുപാട് കഴിവുണ്ട്. പക്ഷെ നിങ്ങൾ അവനെ മറ്റുള്ളവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ രാജാവിനെ പോലെ ബാക്കിയുള്ളവർ ഇവനോട് ക്ഷമിക്കണമെന്നില്ല എന്ന് അയാൾ പറയുന്നത് കേട്ട് റെയ്നോൾഡ് അയാളുടെ മാപ്പ് സ്വീകരിച്ചു. എന്നിട്ട് അയാൾ കൊടുത്ത പണം റെയ്നോൾഡ് ആർത്തറിന് കൊടുത്തു. ഇതിനുശേഷം അടുത്ത ദിവസം അവൻ സൈറസ് അക്കാഡമിയിലേക്ക് വരുന്നു. അപ്പൊ അവിടെ വെച്ച് ആർത്തർ ഒരു പക്ഷിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഉടനെ ആ പക്ഷി അവിടുന്ന് പറന്നുപോയി. അപ്പോൾ ആർത്തർ അതിന്റെ പുറകെ തന്നെ ഓടിപ്പോകുന്നു. അങ്ങനെ ഓടി അവസാനം അവനൊരു വയസ്സായ സ്ത്രീയുടെ അടുത്തേക്ക് എത്തി. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരുപാട് നേരം കാത്തിരിക്കുകയായിരുന്നു ആർത്തർ എന്ന് പറയുന്ന ആ വയസ്സായ സ്ത്രീയെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ആഴ്ചയെ റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് റിലീസ് ചെയ്ത അടുത്ത ദിവസം തന്നെ ഞാൻ ആ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് വരാൻ വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഒന്നും കമന്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇമോജി ഇട്ടാൽ മതി. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.